ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓർഡിനേഷൻ കേക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഞാൻ 3 കേക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ രണ്ടാമത്തെ കേക്കായിരുന്നു ഇത്. പിസ്ത ഫ്ലേവറിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. ബേസ് ചെയ്തപ്പോൾ 3 കേക്കിൻ്റെയും ബേസ് സാധാ വനില സ്പഞ്ചായിട്ട് ചെയ്തിട്ട് പിന്നീട് പിസ്ത കേക്കായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡും പിസ്ത എസൻസും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് പിസ്ത ക്രഷ് ചെയ്തത് അതെല്ലാം വെച്ച് കേക്ക് സെറ്റ് ചെയ്തെടുത്തു. കേക്ക് സ്ക്വയർ കേക്ക് ഞാൻ സാധാരണ ഐസിങ് ചെയ്തെടുക്കുന്നത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഷാർപ്പ് എഡ്ജായിട്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത്തവണ ഞാൻ ചെയ്തിട്ട് എന്ത് ചെയ്ത് എനിക്ക് ഫിനിഷായിട്ട് കിട്ടുന്നില്ല. ക്രീം ബീറ്റ് ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്. അന്ന് ഞാൻ ഫുൾ ബിസി ആയിരുന്നു, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായിട്ട് വന്നിട്ടാണ് 3 കേക്കും ഐസിങ് ചെയ്തെടുത്തത്. ഇനി കുറേ നേരം പണിയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഐസിങ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് തൊട്ട് കൊടുത്ത് അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത് സിമ്പിളായിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുത്തു. ഇതെൻ്റെ ആൻറ്റിയുടെ 65ാം പിറന്നാളിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ.